വർഷം 1964. ഇന്ത്യയുടെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിട്ടുള്ള പാമ്പൻ ബ്രിഡ്ജിലൂടെ ഒരു ട്രെയിൻ കടന്നു പോവുകയാണ്. എന്നാൽ ആ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റടിക്കുകയും അതേപോലെ തന്നെ ആ ഒരു സൈക്ലോൺ കാരണം ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന 115ഓളം വരുന്ന യാത്രക്കാർ അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതേപോലെ ധനുഷ്കോടി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് പൂർണ്ണമായിട്ടും തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു പാമ്പൻ ബ്രിഡ്ജിനെ കുറിച്ച്. എന്നാൽ ആ പാമ്പൻ ബ്രിഡ്ജ് പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്തു. ആ റീകൺസ്ട്രക്ഷന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ടായതിൽ നമുക്ക് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. മലയാളികളുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീധരനായിരുന്നു അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പാലത്തിന്റെ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് അതിന് അന്ന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ ടെക്നിക്കൽ ചലഞ്ചുകളെ കുറിച്ചും പുതിയ പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ഒരു കണക്ഷൻ എന്നുള്ള നിലയിൽ ഇന്ത്യ ശ്രീലങ്ക യാത്രയ്ക്ക് ഏറ്റവും ഉതകുന്ന ഒരു യാത്രാ മാധ്യമം എന്നുള്ള നിലയിൽ രാമേശ്വരത്തിൽ നിന്ന് അതേപോലെ തന്നെ ധനുഷ്കോടി വരെ ഒരു ട്രെയിൻ, അതിനുശേഷം ഒരു ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1876 ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ കോസ്റ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ആ പദ്ധതി വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല. എന്നാൽ പിന്നീട് 1911 ഈ ഒരു പദ്ധതിക്ക് വീണ്ടും രൂപം നൽകുന്നത്. അതായത് ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, 1911 രാമേശ്വരം മുതൽ മെയിൻലാൻഡ് വരെയുള്ള ഒരു പാമ്പൻ ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുന്നത്. 1911 ആരംഭിച്ച ഈ ഒരു പദ്ധതി 1914 പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ 1914 രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു പാമ്പൻ പാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ 2.07 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാമ്പൻ പാലമാണ് ഏറ്റവും നീളമേറിയ സീ ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമുണ്ടായതും അതുപോലെ ഏറ്റവും നീളമേറിയതുമായിട്ടുള്ള സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു പാമ്പൻ പാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ പാമ്പൻ പാലത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 1914 മുതൽ 2014 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ 100 വർഷത്തിലധികം നിലനിന്ന് പോയി. അതിൽ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു 1964 സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. സൈക്ലോൺ മാത്രമല്ല അതിന് കാരണം, അതിൽ ആ ഒരു സ്ട്രക്ചറിൽ സംഭവിച്ചിരിക്കുന്ന കൊറോഷൻസ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അന്ന് ആ അപകടം വളരെ രൂക്ഷമായ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷേസർ മെക്കാനിസം ആയിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു പാമ്പൻ പാലം കടന്നു പോകുന്ന വഴികളിലൂടെ കപ്പൽ പോകാനുണ്ടാവും അല്ലേ. ആ കപ്പൽ പോകുന്നതിന് വേണ്ടി അന്ന് യൂസ് ചെയ്തിട്ട മെക്കാനിസമാണ് വില്യം ഷേസർ എന്ന് പറയുന്ന അമേരിക്കൻ എഞ്ചിനീയർ കണ്ടെത്തിയ മെക്കാനിസം. അപ്പോൾ ഈ ഒരു മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വില്യം ഷേസറിൻ്റെ ഈ ഒരു ഷേസർ എന്ന് പറയുന്ന ഈ ഷേസർ റോളിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പൽ പോകുന്ന സമയത്ത് ഈ ഒരു പാലത്തിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് വരികയാണ്. ആ ഒരു ഷേസർ റോളിംഗ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഷിപ്പുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മെക്കാനിസത്തിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 25ഓളം മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പലപ്പോഴും ഇത് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാമ്പൻ ബ്രിഡ്ജിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 100 വർഷം നിലനിന്ന് പോയിട്ടുള്ള ഈ ഒരു പാമ്പൻ ബ്രിഡ്ജ് 2022 ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു പാമ്പൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിന് ഗവൺമെൻറ് തയ്യാറായി. 2019 പുതിയ പാമ്പൻ ബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തികൾ ആരംഭിക്കുന്നത് RVNL അഥവാ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു ഉപകമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. എന്നാൽ 2019 ശേഷം കൊറോണ കാരണം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് കുറച്ചല്പം വൈകിയിട്ടുണ്ടെങ്കിലും 2024 നവംബറോട് കൂടിയിട്ട് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ ഏപ്രിൽ 6 ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ പാമ്പൻ പാലത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പാമ്പൻ പാലത്തിൻ്റെ മുഴുവൻ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഓവർകം ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ പാമ്പൻ പാലത്തിൽ 2.07 കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 72 സ്പാനുകളാണുള്ളത്. ഓക്കെ, അതിനിടയിൽ 40 മീറ്റർ വീതമുള്ള 72 സ്പാനുകളാണുള്ളത്. അതിൽ ഏറ്റവും മികച്ച ഒരു മെക്കാനിസം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ വില്യം ഷേസർ എന്ന് പറയുന്ന എഞ്ചിനീയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷേസർ മെക്കാനിസമാണ് യൂസ് ചെയ്തതെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ലിഫ്റ്റ് മെക്കാനിസമാണ്. അതായത് ഒരു പാലത്തിനടിയിലൂടെ, ഈ ഒരു പാമ്പൻ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ എന്ത് ചെയ്യാണ്, ഷിപ്പ് കടന്നു പോകുന്ന സമയത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ഒരു വെർട്ടിക്കൽ ലിഫ്റ്റാണ് അവിടെ പോസിബിൾ ആകുന്നത്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് 17 മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, ഉയരം അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അത്രയും ഗംഭീരമായിട്ടുള്ള
ആയിട്ടുള്ള ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് മെയിൻ്റനൻസും കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ മറ്റൊരു പ്രധാന പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഉണ്ടായിരുന്ന പാമ്പൻ ബ്രിഡ്ജിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മൈൽസ് പെർ അവർ ആയിരുന്നു. അതായത് വളരെ ചുരുങ്ങിയ സ്പീഡിൽ മാത്രമേ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഏറ്റവും പുതിയ ഈ ഒരു പാമ്പൻ ബ്രിഡ്ജിലൂടെ 100 മൈൽസ് പെർ അവർ വേഗതയിൽ വരെ സഞ്ചരിക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് വേഗത അവിടെ കൈവരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് യാത്രാ സമയം വലിയ രീതിയിൽ നമുക്ക് അവിടെ കുറയുകയാണ്. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു പാമ്പൻ ബ്രിഡ്ജിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊറോഷൻ. സോ ആ ഒരു കൊറോഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എപ്പോക്സി കോട്ടഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ ബാർസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീൽ ബാർസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ കൊറോഷനുള്ള സാധ്യത കുറവാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ സ്പീഡ് അവിടെ അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഷിപ്പുകൾക്ക് കടന്നു പോകാനുള്ള വഴികൾ ഒരുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിലൂടെ ഒരു ദിവസം 20ഓളം ട്രെയിനുകളും അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. 10,000-ലധികം വെഹിക്കിൾസും ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു മാർവൽ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും മികച്ച, ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി ഏതൊരു ഇന്ത്യക്കാരനും നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇന്ത്യൻ നിർമ്മിത പദ്ധതി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പാമ്പൻ പാലം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ ഒന്ന് വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് പങ്കുവെക്കുക. അതേപോലെ തന്നെ പാമ്പൻ പാലത്തിലൂടെയുള്ള ആ ഒരു യാത്ര വീണ്ടും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പോൾ ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോകൾ ഒരല്പം റിസർച്ചിലൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങളെടുത്ത് ഒരുപാട് റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസുകൾക്കും ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.